ഇസ്ലാമിക അധിനിവേശ കാലത്ത് അവർ യോദ്ധാക്കളായ സന്യാസിമാരായി രാജ്യമെങ്ങും അഖാഡകൾ സ്ഥാപിച്ചു. ശാരീരിക വ്യായാമങ്ങളിലൂടെയും യുദ്ധതന്ത്രങ്ങളുടെ പരിശീലനത്തിലൂടെയും വൈദേശിക ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കാൻ യോദ്ധാക്കളെ പരിശീലിപ്പിച്ചു. കാടുകളിൽ മറഞ്ഞിരുന്ന് ഞൊടിയിടയിൽ ആക്രമണം നടത്തി ശത്രുവിനെ കീഴ്പ്പെടുത്തിയ ശേഷം എവിടേക്കോ മറയുന്ന ഈ സന്യാസി യോദ്ധാക്കളെ ഭയന്നാണ് ഓരോ അധിനിവേശകാരിയും അവരുടെ പടയോട്ടങ്ങൾക്ക് കടിഞ്ഞാണിട്ടത്. ഡൽഹി പിടിച്ചടക്കി അവിടം ആസ്ഥാനമാക്കിയ മുഗളന്മാർക്കെതിരെ ഈ സന്യാസി യോദ്ധാക്കൾ നിരന്തരം യുദ്ധങ്ങൾ നടത്തി. ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ശിഷ്യന്മാരെ തങ്ങളുടെ സമ്പ്രദായത്തിലേക്ക് കൂട്ടിച്ചേർത്തു. ശേഷം വന്ന ബ്രിട്ടീഷുകാർ തങ്ങളുടെ സഞ്ചാര സംഘങ്ങളുടെ യാത്രകൾ തടസ്സപ്പെടുത്തിയപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് യോദ്ധാക്കൾക്ക് അവർ പരിശീലനം നൽകി. ശാസ്ത്രധാരികളും ശസ്ത്രധാരികളുമായി അവർ സനാതനധർമ്മത്തിൻ്റെ നിലനിൽപ്പിനായി യുദ്ധഭൂമിയിൽ അടരാടി.